നമസ്കാരം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പിതൃതുല്യമായ വാത്സല്യത്തോടെ തങ്ങളെ കരുതിയ, തങ്ങളെ സ്നേഹിച്ച, തങ്ങളുടെ പ്രതിസന്ധികളിൽ ഒപ്പം നിന്ന, തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു പിതാവിൻ്റെ ചിത്രമാണ്. ലാളിത്യവും എളിമയും മുഖമുദ്രയാക്കിയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് തലശ്ശേരി അതിരൂപത അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നത്. തലശ്ശേരി അതിരൂപതയ്ക്ക് മാത്രമല്ല, കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും ഒരുപിടി നല്ല ഓർമ്മകളും തൻ്റെ ശുശ്രൂഷയിലൂടെ വളരെയധികം അനുഗ്രഹങ്ങളും സമ്മാനിച്ചാണ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് വിരമിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ആരംഭത്തിൽ തന്നെ ഷെക്കേന ന്യൂസ് ഞർലക്കാട്ട് പിതാവ് ഷെക്കേന ന്യൂസിൻ്റെ ആദരവും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. പിതാവിൻ്റെ വർഷങ്ങൾ നീണ്ട ശുശ്രൂഷയിൽ ദൈവം എങ്ങനെ കാത്തു പരിപാലിച്ചു, പ്രതിസന്ധിയിൽ ദൈവത്തോടൊപ്പം എങ്ങനെ നടന്നു എന്നതിനെയൊക്കെ പറ്റി നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ പിതാവിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പിതാവ് ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. പിതാവ് മാണ്ഡ്യ രൂപത അധ്യക്ഷനായിരിക്കുമ്പോഴാണ് തലശ്ശേരി അതിരൂപതയുടെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. നമുക്കറിയാം, തലശ്ശേരി അതിരൂപത വളരെ ഒരു ബൃഹത്തായ ഒരു അതിരൂപത തന്നെയാണ്. ശരിക്കും ആ ഒരു സമയത്ത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു പിതാവിൻ്റെ മുമ്പിൽ. ആ ഒരു അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആ വെല്ലുവിളികളെ പിതാവ് എങ്ങനെയാണ് മറികടന്നത്? ചോദ്യത്തിന് പ്രത്യേകം നന്ദി. ഞാൻ 2010 ഏപ്രിൽ 7-നാണ് മാണ്ഡ്യയിലെ ബിഷപ്പ് ആകുന്നത്. മാണ്ഡ്യയിലെ ബിഷപ്പ് ആകുന്നതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുകയില്ലായിരുന്നു. 4.5 വർഷമാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ സിനഡിൽ വരുമ്പോൾ ആദ്യം ഞാൻ ആ ചിത്രത്തിലേ ഇല്ല, എനിക്കറിയാം വ്യക്തമായിട്ടും. മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ഇനിയുള്ള ശിഷ്ടകാലങ്ങൾ മാണ്ഡ്യയായി കഴിയണമെന്നുള്ളതായിരുന്നു. കാരണം ഞാൻ അവിടെ തുടക്കം കുറിച്ചു, ഇങ്ങോട്ട് പോരണം ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ലായിരുന്നു. പക്ഷേ 2014 ജനുവരി മാസത്തിൽ നടന്ന സിനഡും അത് കഴിഞ്ഞ് ഓഗസ്റ്റിലെ സിനഡിലേക്ക് വന്നപ്പോൾ പിതാക്കന്മാർ എന്നോട് നിർബന്ധമായിട്ടും പറയാൻ തുടങ്ങി ഞാൻ തലശ്ശേരിക്ക് വരണം എന്നുള്ള കാര്യം. അങ്ങനെ എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നെങ്കിലും പിന്നെ ഞാൻ അവസാനം അതങ്ങനെ സമ്മതിക്കുകയായിരുന്നു. കാരണം അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. മാണ്ഡ്യ രൂപത ഭൂപ്രകൃതി നോക്കുമ്പോൾ തലശ്ശേരിയേക്കാൾ വലിയ രൂപതയാണ്. അതിനുശേഷമാണ് ബാംഗ്ലൂരിനെ കൂടി ചേർത്ത് ഇപ്പോൾ. പക്ഷെ അന്ന് തന്നെയും 4 ഡിസ്ട്രിക്റ്റുകൾ, മണ്ഡ്യ, മൈസൂർ, ഹാസൻ, ചാമരാജനഗർ, വളരെ വിശാലമേറിയ പ്രദേശമായിരുന്നു. പക്ഷേ കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു. തലശ്ശേരിയിലേക്ക് വരുമ്പോൾ തലശ്ശേരി എൻ്റെ മനസ്സിൽ എനിക്ക് തലശ്ശേരി രൂപത അറിയാമല്ലോ എന്ന ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2 വലിയ ഡിസ്ട്രിക്റ്റുകളും ധാരാളം പള്ളികളുമുണ്ട്. തലശ്ശേരിക്ക് അന്നും ഇന്നും ഏതാണ്ട് 200ഓളം ഇടവകൾ, ഒരു 40ഓളം സ്വതന്ത്ര കുരിശുപള്ളികളൊക്കെ അടങ്ങിയ പ്രദേശമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്ലാനും പദ്ധതിയും ഒന്നും മനസ്സിൽ അങ്ങ് തയ്യാറാക്കിയില്ല. വന്നിട്ട് വരട്ടെ, വന്നു കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യേണ്ടേ, മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കിയില്ലായിരുന്നു ഞാൻ ചെയ്ത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ 2014 ഒക്ടോബർ 30-നാണ് വരുന്നത്. 2015 ആരംഭത്തിൽ തന്നെ ഒരു മാർച്ച് 15 മുതൽ 50 ദിവസങ്ങൾ ഞാൻ എല്ലാ ഇടവകൾ തോറും പോകാൻ തീരുമാനിച്ചു. തലശ്ശേരി ഇടവയിൽ. അതിനു മുമ്പ് ഇവിടെ തലശ്ശേരി രൂപതയിലെ വൈദികരെയല്ല ഞാൻ 4 റീജിയണലായിട്ട് കണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വൈദികരെ നല്ലൊരു ഭാഗത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒപ്പം പഠിച്ച കുറച്ച് പേരും വല്ലപ്പോഴൊക്കെ ഞാൻ ഓരോ പ്രോഗ്രാമിന് വന്ന് കണ്ട് പഠിച്ച കുറച്ച് ആളുകൾ ഒഴികെ മറ്റുള്ളവരെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊരു അവബോധം അന്നാ ഉണ്ടായത്. ഈ ഒരു പള്ളികളെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ അറിവില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് തോന്നിച്ചൊരു ചിന്തയാണ്, ഈ എല്ലാ പള്ളികളിൽ കൂടെ ഒന്ന് പോകുക എല്ലാവരെയും കാണാനായിട്ട്. ഞാനപ്പോൾ പ്ലാൻ ചെയ്ത് 2015 മാർച്ച് 15 മുതൽ 50 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, ചിലപ്പോൾ ഇടയ്ക്കല്ലോ 1 ദിവസമൊക്കെ പോയിട്ടുണ്ടാവില്ല, ഞാൻ ഇടവതോറും പോയി. ഒരു ദിവസം ഏതാണ്ട് ശരാശരി ഒരു 4 ഇടവകൾ കവർ ചെയ്യത്തക്കോണം 3 മണിക്കൂർ ഒരു ഇടവയിൽ ചെലവഴിക്കും. ഇടവയിൽ ചെല്ലുന്നു, വിആർച്ചിനെ കാണുന്നു, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കണ്ടു, കോൺവെൻറ്റ്, സ്കൂള്, മറ്റ് ഇങ്ങനെയുള്ള ചിൽഡ്രൻസ് ഹോമോ, ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം കയറി ഇറങ്ങുന്ന ഒരു രീതി. അപ്പോൾ ഞാൻ 50 ദിവസം എടുത്തു. അത് ശ്രമകരമായ കാര്യമാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുക. പക്ഷേ അത് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. കാരണം എനിക്ക് രൂപതയെക്കുറിച്ച് അടുത്തറിയാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് തുടക്കം തലശ്ശേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വെല്ലുവിളികളെ പ്രയാസങ്ങൾ ഇങ്ങനെ ഓരോന്ന് വരുന്നതനുസരിച്ച് അപ്പോൾ നമ്മൾ തനിയല്ലല്ലോ ചെയ്യുന്നത്, നമ്മളെല്ലാം ചെയ്യുന്ന ഒരു ചിന്ത നമ്മുടെ തലയിൽ കയറിയാലാണല്ലോ കുഴപ്പം വരുന്നത്. അങ്ങനെ ഒരു ചിന്ത എനിക്കിലുണ്ടായിട്ടില്ല. എന്നെ സഹായിക്കാൻ ധാരാളം വൈദികരുണ്ടായിരുന്നു, അൽമായ നേതൃത്വത്തിലുള്ള ഒരു ധാരാളം നമ്മുടെ സമർപ്പിതരൊക്കെ റെഡിയായിരുന്നു അവർ സഹായിക്കാനായിട്ട്.
അവർക്ക് ഒരുപക്ഷെ നമുക്കറിയാം നമ്മളെക്കാളൊക്കെ കഴിവുള്ളവരും ചിന്തിക്കുന്നവരും പ്രായോഗിക മാർഗങ്ങൾ അറിയാവുന്ന ധാരാളം മനുഷ്യരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആലോചിച്ച് ചെയ്യുന്ന ഒരു ശൈലിയാണ് ഞാൻ പണ്ടുപോലെ ഉണ്ടായിരുന്നത്. അത് ഇവിടെ വന്നപ്പോൾ അത് തന്നെ എടുത്തു. അതുകൊണ്ട് എനിക്ക് അത്രയും എന്ത് പ്രശ്നങ്ങൾ വന്നാലും പരിഹരിക്കപ്പെടാൻ പറ്റുകയില്ല എന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. കാരണം അത് സാധിക്കും എങ്ങനെയെങ്കിലുമൊക്കെയാണ് ചിന്ത ഉണ്ടായിരുന്നത്. കൂട്ടായ്മയിൽ ഇപ്പോൾ നമുക്ക് ആലോചനാ സമിതികളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ സംസാരിക്കുക, അവരോട് ആലോചിക്കുക. അപ്പോൾ അവർ പല പോംവഴികൾ നമുക്ക് കണ്ടെത്തും. അങ്ങനെ പരിഹരിച്ചു പോകാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ പോലും. അപ്പോൾ ഒരു വലിയ ടെൻഷൻ അതേപ്പറ്റി എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടല്ലോ, ദൈവം പറയില്ല ഓരോ വ്യക്തികൾ ചെയ്യേണ്ടത്. പിതാവ് പറഞ്ഞത് വളരെ ഒരു പ്രസക്തമായ ഒരു കാര്യം. ആ ഒരു രൂപതയുടെ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്ന ആരംഭത്തിൽ തന്നെ ഇടയജനത്തിലേക്ക് ഇറങ്ങി ചെന്ന ആ ഒരു 60 ദിവസത്തെ ആ ഒരു മിഷൻ ശരിക്കും പിതാവിൻ്റെ ഒരു ഇടയദൗത്യത്തിൻ്റെ ഒരു അടിത്തറ പാകിയെന്ന് തന്നെ. അതെ 50 ദിവസമാണ് എടുത്തത്, കൃത്യം 50 ദിവസം. അപ്പോൾ 200ഓളം ഇടവകൾ അങ്ങനെ കവർ ചെയ്തു. മടുപ്പുളവാക്കുന്നതായിരുന്നു, മടുത്തു പോകും നമ്മൾ, ശബ്ദമൊക്കെ പോകെല്ലാം ഇല്ലാതാവും. പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ആദ്യം ഇങ്ങനെ ആളുകൾ അച്ഛന്മാർ പറഞ്ഞു ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ പിതാവ്, ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെങ്കിൽ അത് ചെയ്യാൻ പറ്റി. പക്ഷെ അത് നന്നായി. ഞാൻ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ എല്ലാ ഇടവുകളും കവർ ചെയ്യില്ലായിരുന്നു. അന്നങ്ങനെ ഓടി തീർത്തു. ഇപ്പം ഞാൻ ഫാസ്റ്റ് വിസിറ്റിന് പോയിട്ടുള്ള ഒരു 140 ഇടവേളെ പോയിട്ടുള്ളൂ ഈ 7.5 കൊല്ലം കൊണ്ട്. ഈ കോവിഡ് ബാധിച്ച് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ 60ഓളം ഇടവേള അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഫാസ്റ്റ് വിസിറ്റ്. അത് ഇപ്പോൾ കുറച്ച് നാൾ കൂടിയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സന്ദർശനം നല്ലതായിരുന്നു. പിതാവ് ശരിക്കും തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കുടിയേറ്റ ജനത ഒത്തിരിയധികം നമ്മുടെ തലശ്ശേരി അതിരൂപതയിലുണ്ട്. കാർഷിക പ്രശ്നങ്ങൾ, കുടിയേറ്റ മേഖലയിലെ പ്രശ്നങ്ങൾ. പിതാവ് ഇപ്പം ഏകദേശം ഒരു 7 വർഷത്തോളം തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഈ 7 വർഷത്തേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പിതാവിന് തലശ്ശേരി അതിരൂപതയെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് പിതാവിന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം മനസ്സിൽ കരുതിക്കൂട്ടി വന്ന ആളല്ല. ഇവിടെ വന്നിട്ട് സാഹചര്യം അനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ കുടിയേറ്റക്കാരാണ്. ഞാനും എൻ്റെ കുടുംബവും 1960 വയനാട് വന്നതാണ്, മൺവാട് രൂപതയിലേക്ക്. ഇപ്പോൾ കുടിയേറ്റത്തിൻ്റെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും യാതനകളൊക്കെ നേരിട്ട് കാണുകയും അനുഭവമൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു രൂപതയുടെ പൊതുചിത്രം നമുക്ക് മനസ്സിൽ കരുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കുടിയേറ്റ ജനതയ്ക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. കുടിയേറ്റ ജനതയുടെ ശരിക്കും പറയുകയാണെങ്കിൽ 1927 ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നത്. ഈ കോളയാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, പേരാവൂരടുത്ത്. 27, 28, 30 കോളയാട്ടിലേക്ക് 10-30 കുടുംബങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ പടിപടിയായിട്ട് കുടുംബങ്ങൾ വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഈ 2028, 27, 28 കുടിയേറ്റത്തിൻ്റെ ഒരു ശതാബ്ദിയായി, 100 വർഷമായി. രൂപത സ്ഥാപിച്ചിട്ടുണ്ട് 75 വർഷമാകാൻ പോവുകയാണ്. അപ്പോൾ ഈ 75 വർഷങ്ങളിൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ദൈവം വളരെയധികം നമ്മളെ വഴി നടത്തി എന്നുള്ളതാണ് സത്യം. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന നമ്മുടെ ആളുകൾ ഇവിടെ വന്നു. ഇവിടുത്തെ ആളുകൾ ജന്മികളൊക്കെ അവരെ സ്വീകരിച്ചു, സ്ഥലങ്ങളൊക്കെ കൊടുത്തു, അവർ കൃഷി ചെയ്തു. ഇപ്പോൾ ഒരു കാടായിരുന്ന പ്രദേശങ്ങളെല്ലാം നമ്മുടെ ആൾക്കാർ മേടിച്ചും ഒക്കെ കൃഷി ഇറക്കി വിളഭൂമികളാക്കി മാറ്റിയൊരു ചരിത്രം ഉണ്ടായിരുന്നു. പക്ഷേ കുടിയേറ്റ ജനതയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഒന്നാമത് ഇപ്പോൾ ഈ കാർഷിക മേഖല തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിലയില്ല. പിന്നെ ഉൽപ്പാദന പ്രക്രിയ തന്നെ വളരെ ചിലവേറിയതാണ്. സാധാരണക്കാർക്ക് പറ്റാത്ത വിധത്തിലായി. കുടുംബങ്ങളിൽ കൃഷി ഇറക്കാൻ ആളില്ലാതെയായി. മക്കളെല്ലാം പുറത്തേക്ക് പോകുന്നു, മാതാപിതാക്കൾ മാത്രമായി. കൃഷി ഇറക്കിയാൽ തന്നെയും അതിന് വിളവുകൾക്ക് വിലയില്ല. അത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടാതെ വളരെ കഠിന പ്രയത്നം ചെയ്ത് കൃഷി ഇറക്കിയാൽ പോലും വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും കുടുംബങ്ങളായിരുന്നുകൊണ്ട് ധാരാളം കൃഷികൾ ഇറക്കിയിരുന്നു. കപ്പയായും ചേനയും ചേമ്പും ഇങ്ങനെയൊക്കെ ധാരാളം, വാഴയൊക്കെ ധാരാളം ഇറക്കി. പക്ഷെ ഒത്തിരിയേറെ പേരുടെ കൃഷികൾ അവർക്ക് ഉപകരിക്കാൻ പറ്റാത്തവണ്ണം വന്യമൃഗശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കർഷകരുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യത്തിനെതിരായിട്ട് എപ്പോഴും ഞങ്ങൾ പോരാടുന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ് അധികാരികൾക്കാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരെയും കളക്ടർമാരെയും ഒക്കെ കാണുന്ന രീതികളുണ്ടായിരുന്നു. കാരണം നമ്മുടെ ജനത നമ്മളിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. ഇടവ സന്ദർശനം ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പറയണ്ടേ, അപ്പോൾ പിതാവ് വേണമല്ലോ പറയാൻ എന്നുള്ള ആ കാര്യമാണ്. അപ്പോൾ അത് അവരുടെ വലിയ പ്രശ്നമാണ്, അന്നും ഇന്നും പ്രശ്നമാണ്. മാത്രമല്ല, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ച എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തികൾ, എത്രയോ കുടുംബങ്ങളൊക്കെ ഒരു പരിധിവരെ അനാഥമായി തീർന്നിട്ടുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മൾ കർഷകർ സംഘടിതരല്ല. നമ്മുടെ ഇൻഫാമൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു, പിന്നെ അതങ്ങ് ക്ഷയിച്ചോ. ഇപ്പോൾ അതൊക്കെ ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ അവരെ യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. പിന്നെ അവരൊക്കെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളെ ചിന്താഗതിയുള്ളവരാണ്. അവരുടെ പാർട്ടിയാണ് അവരെ സംബന്ധിച്ചോളം വലുത്, കർഷക പ്രശ്നത്തെക്കാളൊക്കെ ഉപരിയായിട്ട്.
എന്നാലും നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്, അവരുടെ വളർത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 2017-18 ഉത്തര മലബാർ കർഷക പ്രക്ഷോഭ സമരം നടത്തിയിരുന്നു. അത് വളരെ വിജയമായിരുന്നു. കാരണം ആളുകൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടി, മാത്രമല്ല കർഷകരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ട് അത് അധികൃതരുടെ മുമ്പിൽ കൊണ്ടുവരേണ്ട മാർഗമായിരുന്നു അത്. അതിന് തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ചു. അത് നേരത്തെ കൊടുക്കാൻ കഴിഞ്ഞൊരു സന്തോഷമേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു കർഷകരുടെ വില. പിന്നെ പറഞ്ഞില്ലേ ഈ വിലയില്ലാത്ത പ്രശ്നങ്ങൾ, പിന്നെ രോഗങ്ങൾ, വ്യതകളൊക്കെ കർഷകരെ ബാധിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വലിയ വള്ളപ്പള്ളി പിതാവായാലും വലിയവറ്റ പിതാവായാലും എപ്പോഴും കർഷകരുടെ കൂടെ നിന്ന പാരമ്പര്യമുള്ളത്. നമ്മുടെ ജനം കർഷകരാണ്. അതെ, അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക അത് നമ്മുടെ ദൗത്യമാണല്ലോ. പിതാവ് ശരിക്കും ഒരു കുടിയേറ്റ കുടുംബത്തിലെ അംഗം കൂടി ആയതുകൊണ്ട് വളരെ വികാരത്തോടു കൂടി തന്നെയാണ് കർഷകരുടെ പ്രശ്നങ്ങൾ പിതാവ് അവതരിപ്പിച്ചത്. പിതാവ് മറ്റൊരു കാര്യം, ഈ കർഷകരുടെ ഒരു പ്രശ്നങ്ങൾ ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു അധികൃതരുടെ ഒരു കൃത്യമായ ഇടപെടൽ ഒരു കൃത്യസമയത്ത് നടക്കുന്നില്ല എന്നുള്ളൊരു പരിഭവം പിതാവിനുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പം ഈ ആവശ്യങ്ങളെല്ലാം ഉദാഹരണത്തിന് വന്യമൃഗങ്ങളെ തടയാനായിട്ട്, പ്രത്യേകിച്ച് ആനയൊക്കെ തടയാനായിട്ട് കമ്പി വേലികളോ അല്ലെങ്കിൽ മതിൽ കെട്ടുക. ഇപ്പോൾ ഞങ്ങൾ രൂപതയിൽ തന്നെ ഇപ്പോൾ ഈ അടയ്ക്കാത്തോട് ഇങ്ങനെ ചില പ്രദേശങ്ങളിലൊക്കെ 10-13 കിലോമീറ്ററോളം മതിലുകൾ തീർത്തിട്ടുണ്ട്. അവിടെ ആനശല്യം ഇല്ല. അത് വീണ്ടും ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ ആറളം ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. 10-20 കിലോമീറ്ററോളം നീട്ടുവാണെങ്കിൽ ഒത്തിരി ശല്യങ്ങൾ കുറവ്. പക്ഷെ അതൊന്നും ഗവൺമെൻറ് ചെയ്യുന്നില്ല. ചെയ്യും പൈസ അലോട്ട് ചെയ്യുന്നതല്ലാതെ സമയബന്ധിതമായിട്ടൊരു പ്രോഗ്രാം നടക്കുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ ഒന്നും ഒരു പ്രശ്നമില്ല. കർഷക മേഖലയിലുള്ള ആളുകൾ എല്ലാ മതവിഭാഗക്കാരും ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പ്രേരിതരായി തീരുകയാണ്. കൂടുതൽ ആരും ക്രൈസ്തവരായതുകൊണ്ട് അവർക്കൊന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്ത ഗവൺമെൻറ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് ഒക്കെ ഉണ്ട്. വോട്ട് ബാങ്കിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ മേഖലകളാണ് കാർഷിക മേഖല മുഴുവൻ. നമ്മുടെ കൂടെ മറ്റു മതസ്ഥരും ഉണ്ട്, അവർ പ്രവർത്തിക്കുന്നെങ്കിൽ തന്നെയും. പക്ഷെ അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ഈ സർക്കാരുകൾ സമയത്ത് ചെയ്യുന്നില്ല. അത് ഇന്ന സർക്കാരെന്നില്ല, എല്ലാവരും അങ്ങനെയാണ്. തട്ടിമാറ്റാവുന്ന ഒരു വിഭാഗമായി. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലോല മേഖലകൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അതുകൊണ്ട് ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളാണെങ്കിലും സമയത്ത് ചെയ്യുകയാണ്. ഇപ്പോൾ വന്യമൃഗ ശല്യം ഉണ്ടായി, ഒരാൾ മരിച്ചു, അയാൾക്ക് കുടുംബത്തിൽ കിട്ടേണ്ട കോമ്പൻസേഷൻ, അല്ലെങ്കിൽ ഒരാൾ ചികിത്സയിലായി ആ സമയത്ത് പൈസ കൊടുക്കുന്നത്, ഇതിലൊക്കെ ഒരു വകതിരിവും പക്ഷപാതവും അല്ലെങ്കിൽ അലംഭാവം ഒക്കെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കാണാറുണ്ടെന്നുള്ളതാണ് പലപ്പോഴും. പിതാവ് മറ്റൊരു കാര്യം, പിതാവിൻ്റെ ഒരു അഭിമുഖത്തിൽ, പിതാവിൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പിതാവിൻ്റെ ചെറുപ്പത്തിൽ പിതാവിൻ്റെ അമ്മ പിതാവിനോട് പറഞ്ഞു, ഇപ്പം പിതാവ് ചോദിച്ചു മാർപ്പാപ്പയെ കാണാൻ ചെയ്യണം. അപ്പം പിതാവിൻ്റെ അമ്മ പറഞ്ഞു വൈദികനായി കഴിഞ്ഞാൽ മാർപ്പാപ്പയെ കാണാം. പിന്നീട് വൈദിക വൃത്തിയിലേക്ക് പിതാവ് കിടക്കുന്നതിന് മുമ്പ് പിതാവിൻ്റെ ഒരു ആഗ്രഹം മിഷണറി വൈദികനാകുക എന്നതായിരുന്നു. പിന്നീട് പിതാവിന് ലഭിച്ച പല ദൗത്യങ്ങളും സിറോ മലബാർ സഭയുടെ ഒരു മിഷൻ മേഖലയിലേക്ക്, ആദ്യമേ മാനന്തവാടി രൂപത, പിന്നീട് ഭദ്രാവതി രൂപതയുടെ വികാരി ജനറലായിട്ട് പിതാവ് സേവനം ചെയ്യുന്നു, ഏറ്റവും ഒടുവിൽ മാണ്ഡ്യ രൂപത. ഈ ഒരു മിഷണറി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പിതാവ് മിഷണറി മേഖല? ഞാൻ ഈ അമ്മച്ചി എന്നോട് ചോദിച്ചായിരുന്നു, എനിക്ക് ആദ്യകാലത്തൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വൈദികനായി കഴിഞ്ഞപ്പോൾ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അയൽവാസികളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു, പറഞ്ഞു അമ്മ അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം. ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, വൈദികനാകാനായിട്ട് പറ്റുവാണെങ്കിൽ എല്ലാം റോമിലും എല്ലാം പോവുകയാണെങ്കിൽ മാർപ്പാപ്പയെ കാണാൻ സാധിച്ചേക്കും. അതൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞത്, ദൈവവിളി തിരഞ്ഞെടുത്തെല്ലാം കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ അതറിയുന്നത്. മിഷണറി ആണെന്ന ചിന്തയായിരുന്നു ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെയാണ്. അത് എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ മിഷണറിമാർ, പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്തുള്ളവർ നമ്മുടെ സ്കൂളുകളിൽ കൂടെ പള്ളിയിൽ കൂടെയൊക്കെ വരുമായിരുന്നല്ലോ. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞപ്പോൾ തോന്നിയ ഒരു തോന്നലായിരിക്കണം. ഏതായാലും ഒരു മിഷണറി ആണെന്നായിരുന്നു ചിന്ത. മിഷനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ തന്നെയും. അപ്പോൾ സെമിനാരിൽ ചേർന്നു, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. തലശ്ശേരിയിലേക്ക് വന്ന് ഇവിടെ രൂപത ചേർന്ന് കഴിയുമ്പോഴും മനസ്സിൽ ഞാൻ മിഷണറി ആണെന്ന് ആഗ്രഹിച്ചിട്ട് തലശ്ശേരി രൂപതയിലാണല്ലോ വന്ന് ചേർന്നത്. പക്ഷേ വള്ളപ്പള്ളി പിതാവ് എപ്പോഴും പറയായിരുന്നു തലശ്ശേരി രൂപത ഒരു മിഷൻ രൂപതയാണ്. കാരണം തലശ്ശേരി രൂപത 53 തുടങ്ങുന്നത്. ഞങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് ചേരുന്നവരാ. പിതാവ് പറയും നമ്മളിപ്പോഴും പ്രാരംഭ ദശയിലാണ്. ഈ പ്രദേശം, ഈ രൂപതകളെല്ലാം ഇപ്പോൾ തലശ്ശേരി രൂപതയുടെ, ഇപ്പോൾ അതിരൂപതയുടെ കീഴിലുള്ള പ്രദേശം എല്ലാം അന്ന് ഒറ്റ രൂപതയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മിഷൻ പ്രദേശങ്ങളാണ്, യാത്രാ സൗകര്യങ്ങളില്ല, താമസ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതിലല്ല കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആ ചിന്ത അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഞാൻ വൈദികനായി കഴിഞ്ഞപ്പോൾ മാനന്തവാടിയിലേക്ക് പോയപ്പോൾ, മാനന്തവാടി കുറച്ചുകൂടി റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളാണ്, അവികസിത പ്രദേശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയനാട് മേഖലകളൊക്കെ ആദിവാസി കേന്ദ്രീകൃതമായ ഒരു ഡിസ്ട്രിക്റ്റായിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ഭാഗവും കൊട്ടിയൂർ ഭാഗങ്ങളെല്ലാം. അപ്പോൾ അവിടെ ഒരു രൂപതയുടെ തുടക്കമായിരുന്നു 73. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടി ആ തുടക്കത്തിൻ്റേതായ പ്രശ്നങ്ങളിലൊക്കെ പങ്കുചേരാനും നമുക്ക് പറ്റുന്ന ശുശ്രൂഷ അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഭദ്രാവതിക്ക് പോകുന്നതും അവിചാരിതമായി നടന്ന കാര്യമാണ്. കാരണം മാനന്തവാടിയുടെ ഭാഗമായിരുന്നു ഭദ്രാവതി, എന്ന് വെച്ചാൽ ഷിമോഗ ഡിസ്ട്രിക്റ്റ്.
അത് MCS അച്ഛന്മാരെ ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ വർഷത്തിലൊന്ന് ആ പ്രദേശങ്ങളിൽ കൂടെ പോകുമായിരുന്നു. ഇപ്പോൾ മതബോധന ക്ലാസ്സുകൾക്കായിട്ടോ അല്ലെങ്കിൽ വൊക്കേഷൻ ക്ലാസ്സുകൾക്കായിട്ടോ ധ്യാനങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മേഖല പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ മാനന്തവാടിയിൽ നിന്ന് എൻ്റെ ജനറൽ സ്ഥാനത്ത് നിന്ന് മാറി ഞാൻ മലപ്പുറം നിലമ്പൂർ വികാരിയായിരിക്കുമ്പോഴാണ് പിതാവ് VG അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു എന്നെ സമീപിച്ച ചിലപ്പോൾ വരുന്നേറ്റെ. ഞാൻ അതിങ്ങനെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിതാവിൻ്റെ അടുക്ക വരുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ പോണോ വേണ്ടെന്നൊരു ചിന്തയിലായിരുന്നു, എനിക്ക് സംശയം. പിന്നെ ഞാൻ ആലോചിച്ചു, പ്രാർത്ഥിച്ചു, ഏതായാലും തമ്പുരാന് എന്നെ കൊണ്ട് അവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ പൊക്കളയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതും വീണ്ടും ഒരു പുതിയൊരു കുറച്ചുകൂടി ഒരു പ്രേക്ഷിത രംഗമായി. മിഷൻ പ്രദേശമാണ്. അവിടെ ഒരു 10,000 ആൾക്കാരെ ഉണ്ടാവുള്ളൂ കൂടിയാൽ. ഭദ്രാവതി രൂപതയ്ക്ക് 10-13 ഇടവകളേ ഉള്ളൂ. പിന്നീട് ഭദ്രാവതി ഒന്നുകൂടി വികസിപ്പിച്ച് കൂട്ടിച്ചേർത്തായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ പ്രദേശത്തെ ആളുകളായിട്ട് കൂടുതൽ പരിചയപ്പെടാൻ പറ്റി. ഗ്രാമങ്ങളിൽ കൂടെയും പ്രത്യേകിച്ച് നമ്മുടെ മിഷൻ സ്റ്റേഷനുകളിലൊക്കെ പോയി എല്ലാം പരിചയപ്പെടാൻ സാധിച്ചു. അവരെ സഹായിച്ചൊരു നമുക്ക് കുറച്ചുകൂടി അനുഭവമായി. അത് കഴിഞ്ഞ് അവിടെ ഞാൻ 2 വർഷം കഷ്ടി 2 വർഷം ഉണ്ടായിരുന്നു, 20 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കുമാണ് മണ്ഡ്യ രൂപത വരുന്നത്. ഇപ്പോൾ മണ്ഡ്യയിൽ ഞാൻ പറഞ്ഞില്ലേ, മണ്ഡ്യയിലേക്ക് ഞാനൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് MSTക്കാർക്ക് ഏൽപ്പിച്ച പ്രദേശമായിരുന്നു മണ്ഡ്യ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ MSTക്ക് തന്നെ പോകുമല്ലോ ഒരു രൂപത വരുമ്പോൾ. പക്ഷേ പിന്നീട് സിനഡിൽ അത് മണ്ഡ്യ ഡിസ്ട്രിക്റ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ മൈസൂർ, ചാമരാജനഗർ, ഹസൻ, അവ കൂടി ചേർത്ത് മറ്റ് പല കോൺഗ്രിഗേഷൻസ് അവിടെയുണ്ട്. CMAക്കാരുണ്ട്, MCVSകാരുണ്ട്. അപ്പോൾ അത് MST മാത്രം ഏൽപ്പിക്കേണ്ട, ഒരു പക്ഷേ ആ പ്രദേശത്തിന് മൊത്തം ഒരു വികസനത്തിന് ഒരു രൂപത വൈദികൻ അങ്ങോട്ട് വരുന്നതാണുള്ള ചിന്തയാണ് ഇങ്ങനെ ചിന്തിച്ചതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ എന്നെ സെനറ്റ് തിരഞ്ഞെടുത്ത് വർക്ക് പിതാവ് എന്നെ വിളിച്ചു. ഞാൻ ഇച്ചിരി ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി. അന്ന് എനിക്ക് 64 വയസ്സുണ്ട്. അപ്പോൾ ഇനിയും ഒരു മിഷൻ പ്രദേശത്തേക്ക് പോകണമെന്ന് എന്നാൽ പിതാവിൻ്റെ ഒരു ചെറിയ നിർബന്ധവും പിന്നെ ഞാൻ അവസാനം അങ്ങ് കീഴ്പ്പെടുക ചെയ്തേ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മാനന്തവാടിയേക്കാളും ഭദ്രാവതിയേക്കാളും കുറച്ചുകൂടി മിഷൻ പ്രദേശമായിരുന്നു മണ്ഡ്യ. അന്ന് മണ്ഡ്യയിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് 4 ഇടവകയേ ഉള്ളൂ. ഇടവകയെന്ന് പറയാമെങ്കിൽ 2 ഒരുവിധം വലിയ ഇടവക, പിന്നെ ഉള്ളതൊക്കെ 30-20 വീടുകളും 4 വീടുകൾ വരെയുള്ളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതെല്ലാം പ്യുവർ മിഷൻ സ്റ്റേഷൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മിഷൻ സ്റ്റേഷന് ഊഹിക്കാമല്ലോ, നമ്മുടെ കുടുംബങ്ങളെ ഉണ്ടാകുന്നില്ല. നമ്മൾ സാമൂഹിക പ്രവർത്തനങ്ങൾ അവിടുത്തെ വില്ലേജേഴ്സിനോട് ചെയ്യുന്നു. ചിലപ്പോൾ ചെറിയ സ്കൂളായിരിക്കാം, ചിലപ്പോൾ ക്ലിനിക്കാകാം, സോഷ്യൽ വർക്കാകാം. അതിലൂടെ അവരുമായിട്ട് അടുത്ത് ഇടപെടാൻ നോക്കുന്നു. അത്തരത്തിലുള്ള സ്റ്റേഷൻസ് ആയിരുന്നു ഒരു 10-15 എണ്ണം ഉണ്ടായിരുന്നത്. കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു. മണ്ഡ്യയിൽ അന്ന് നമുക്ക് കാത്തലിക് കുടുംബങ്ങൾ 715 വീട്ടുകാരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ വീട്ടിലും ഞാൻ പെട്ടെന്ന് തന്നെ കയറി ഇറങ്ങാൻ പോയി കണ്ടു. പക്ഷെ മറ്റുള്ളത് മുഴുവൻ ആ പ്രദേശത്തെ വെറും സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ ഇടത്തരക്കാരും അങ്ങനെ വ്യത്യസ്തമായ ആളുകൾ. നമ്മുടെ പ്രവർത്തനങ്ങൾ അധികവും ആവറേജ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും താഴെക്കിടയിലുള്ളവരുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മിഷൻ അനുഭവമായിരുന്നു. അപ്പോൾ ആ മണ്ഡ്യയിലെ ഒരു 4.5 വർഷം ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും മിഷനോടുള്ള വലിയൊരു താല്പര്യമായി. കാരണം ഈ മിഷനറികളിലൊക്കെ താമസിച്ചും ജോലി ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് പിന്നെ തിരിച്ചു വരാൻ അവർക്ക് ആഗ്രഹം. അവിടുത്തെ ആളുകളുടെ ജീവിതക്രമവും സാഹചര്യങ്ങളും ഭാഷയും സംസ്കാരങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഇടപെട്ട് കഴിയുമ്പോൾ അതൊരു വേറെ ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മളിവിടെ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായൊരു സംതൃപ്തി നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ അതുണ്ട്. ശരിക്കും പിതാവ് ചെറുപ്പത്തിൽ പിതാവിന്റെ ഒരു സ്വപ്നം പിന്നീട് ദൈവം ഞാനെനിക്ക് ഓർക്കെ ചെയ്താൽ ഒരിക്കലും എനിക്ക് തോന്നുന്നത് ശാലോമാന്ന് തോന്നുന്നു, ഒരു ദേവളിയെ പറ്റി ചെന്നപ്പോൾ ദൈവം നമ്മളെ വിളിച്ച് ആ ദൈവത്തിൻ്റെ നിയോഗം ദൈവം വിട്ടുകളയുന്നില്ല. അത് നമ്മളിലൂടെ പൂർത്തീകരിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോട് കൂടി ചേർക്കാം, ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഈ പ്രേക്ഷിത ചൈതന്യം നഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ നമ്മുടെ തലശ്ശേരി, മാനന്തവാടി, താമരശ്ശേരി 3 രൂപതകളെ കുറിച്ച് പഞ്ചാബിലൊരു ഏരിയ എടുക്കുകയാണല്ലോ. മിഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ 6 അച്ഛന്മാരെ അവിടെ ഇപ്പോൾ ജോലി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 1 കൊല്ലമായി അവർ പോയിട്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു വർഷത്തിലെ ഒരു 4 മാസം എങ്കിലും പഞ്ചാബിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാഗ്രഹം. അപ്പോൾ ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അച്ഛന്മാരുടെ കൂടെ നിൽക്കുക, അവർക്കൊരു പ്രോത്സാഹനമായി തീരുക എന്നുള്ള വെസ്റ്റേൺ ക്ലൈമറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു പക്ഷേ എനിക്ക് പറ്റില്ലായിരിക്കും, എന്നാലും അതുകൊണ്ട് അപ്പോൾ ആ ഒരു മനസ്സ് എൻ്റെ കൈ കിടപ്പുണ്ട്. തീർച്ചയായും പിതാവിൻ്റെ ആ ഒരു സാന്നിധ്യം മിഷനറി വേദർക്ക് ശരിക്കും ഒരു ആവേശം തന്നെയായിരിക്കും. പിതാവ് മറ്റൊരു കാര്യം, എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ അമ്മയായിട്ട് വളരെ നല്ലൊരു വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. പ്രത്യേകിച്ച് പിതാവിന് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പരിശീലനം പിതാവിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എത്രമാത്രം പ്രയോജനം ചെയ്തു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളൊക്കെ ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവിൻ്റെ ആ ഒരു കുടുംബത്തിന് കിട്ടിയ ഒരു ഫോർമേഷൻ പിതാവ് ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് അതൊരു പ്രചോദനമായിരിക്കും. ഞങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങൾ ആദ്യം കോതമംഗലം രൂപതയിൽ മൂവാറ്റുപുഴ അടുത്ത് ആരക്കൊഴിയായിരുന്നു ഞങ്ങളുടെ ഇടവ. എൻ്റെ അപ്പച്ചൻ്റെ വീട് അവിടെയായിരുന്നു. അമ്മയുടെ വീടായിരുന്നു കലയന്താനി. രണ്ടും ഒരേ രൂപത തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ
അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ മക്കളടങ്ങുന്ന കുടുംബം ഇപ്പോൾ നമ്മൾ സ്വന്തം പോലത്തൊന്നുമല്ല, എന്നാലും നമ്മളുടെ കുടുംബം നമുക്ക് സന്തോഷകരമായ ഒരു കുടുംബമായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചനായാലും അമ്മച്ചിക്കായാലും ഞങ്ങളെപ്പറ്റി ഭയങ്കര കരുതലുള്ള കുടുംബമായിരുന്നു. അവർ തമ്മിലായാലും നല്ല സ്നേഹത്തിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പച്ചനും അമ്മച്ചിയൊക്കെ. ഞങ്ങൾ അങ്ങേറ്റം വലിയ ധനാഠ്യന്മാരൊന്നുമില്ല, ഒരു ആവറേജ് കുടുംബം, വലിയ ജസ്റ്റ് എബവ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഞങ്ങൾ കുടുംബത്തിലെ 7 മക്കളാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആ 7 മക്കളിൽ 3 കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ഓരോ രോഗങ്ങൾ ബാധിച്ചു പോയി. അപ്പോൾ അപ്പച്ചൻ എപ്പോഴും പറയായിരുന്നു, ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം രോഗമാണ്, ഇവിടെ കിടന്നിട്ട് ശരിയാവില്ല, നമുക്കെല്ലാം വിറ്റ് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞൊരു എൻ്റെ ഒരു അനുജൻ ആക്സിഡൻറ്റിൽ മരിക്കാനിടയായി ഒരു 4.5 വയസ്സുള്ളപ്പോൾ. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചാച്ചനും അമ്മച്ചൊക്കെ ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വിഷമമായി. അതോടുകൂടിയാണ് ആ തീരുമാനത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വരാൻ. പക്ഷേ അപ്പച്ചനെയും അമ്മച്ചയെ പേര് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായ ചിന്തയേ ഉള്ളൂ, നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാനില്ല. കാരണം അവരത്രയും ഞങ്ങളെ സ്നേഹിച്ചിരുന്നു. അവർ നല്ല ക്രൈസ്തവ വിശ്വാസമുള്ളവരായിരുന്നു. പള്ളിയിൽ പോകുന്ന കാര്യത്തിലും കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലും. മാത്രമല്ല അപ്പച്ചൻ്റെ പ്രായമുള്ള അമ്മച്ചിയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. ആ അമ്മച്ചിയെ നോക്കുന്ന കാര്യത്തിൽ ശുശ്രൂഷിക്കുക. അപ്പോൾ ആ ഒരു സ്നേഹക്കുറവെന്ന് പറയുന്നത് കുടുംബത്തിൽ അനുഭവപ്പെട്ടില്ല. തെറ്റുകൾ കണ്ടാൽ തിരുത്തുന്നു, ശകാരിക്കുന്നു, നല്ല തല്ല് തരുന്നു, ഇതിലൊന്നും ഒരു അഭാവം വരുത്തുകയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് വയനാട്ടിലേക്ക് വന്നപ്പോഴും വയനാട്ടിൽ വന്നപ്പോൾ സാമ്പത്തിക ഞെരുക്കം കുറച്ച് കൂടുകയത്. കാരണം കുടിയേറ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, വരുമാനങ്ങൾ കുറഞ്ഞു. എന്നാലും ചാച്ചനൊക്കെ അമ്മച്ചൊക്കെ നന്നായി അധ്വാനിക്കുന്നവരായിരുന്നു. ഞങ്ങൾ ഈ മക്കളൊന്നും അറിയുന്നില്ല, ഇവരെങ്ങനെയാണ് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു കുറവും കൂടാതെ അവർ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു കാര്യം നിർബന്ധമായിരുന്നു, കുടുംബ പ്രാർത്ഥനയൊക്കെ വളരെ കൃത്യമായിട്ട് നിർബന്ധമായിരുന്നു. ചാച്ചൻ വന്നുകൂടും അമ്മച്ചും ഉണ്ടാവും നിർബന്ധമായിട്ട്. പള്ളിയിൽ പോകണമെന്ന കാര്യത്തിൽ ശനിയും ഞായറൊക്കെ നിർബന്ധമായിട്ട് പള്ളിയിൽ പോകണം എന്നുള്ളത് മസ്റ്റാണ്. അതുപോലെ അയൽവക്കങ്ങളൊക്കെ ആയിട്ട് എല്ലാം നല്ല സൗഹൃദ ബന്ധം. ആരുടെ ഏത് കാര്യത്തിനും പോയി എപ്പോഴും ഇടപെട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ ചാച്ചൻ്റേത്. സ്വന്തം കാര്യത്തോടെ ഇട്ടിട്ടാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതമായിരുന്നു. അങ്ങനെയായിരുന്നു. അവർ രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളതാണ്. ചാച്ചൻ അന്നത്തെ കാലത്ത് ESLSC എന്ന് പറഞ്ഞാൽ പഠിച്ച ആളാണ്. അമ്മച്ചിയും ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച സ്ത്രീയായിരുന്നു അന്ന്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം അമ്മച്ചിക്ക് അറിയാമായിരുന്നു. ചാച്ചൻ നല്ല കണക്കിന് നല്ല വിദഗ്ധനായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ആ നിലയിൽ നന്നായിട്ടാണ് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ ചാച്ചൻ പെട്ടെന്ന് മരിച്ചുപോയി. ചാച്ചൻ എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞ് 5 വർഷമായപ്പോൾ മരിച്ചു. അപ്പോൾ എനിക്കൊരു 30 വയസ്സ് കാണും അന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കാര്യമില്ല അമ്മച്ചിയാണല്ലോ നോക്കിക്കൊണ്ട് വന്നിരുന്നത്. പക്ഷേ അമ്മച്ചിയോട് കൂടുതൽ അടുപ്പ് വരാൻ കാരണം ചാച്ചനും കൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലെ മൂത്തയാൾ ഞാനാണ്. അപ്പോൾ എല്ലാ കാര്യത്തും അമ്മച്ചി എന്നെ വിളിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും. അങ്ങനെ ഞങ്ങൾ വലിയ സൗഹൃദ ഒരു ബന്ധം ഉണ്ടായിരുന്നു അമ്മച്ചിയോട്. ഒരു പക്ഷേ ഇപ്പോൾ അമ്മച്ചി കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അന്ന് അത്രയൊന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അമ്മച്ചിയുടെ ജീവിതം വളരെ പ്രചോദനാത്മക ജീവിതമായിരുന്നു. രണ്ടുപേരോടും ഒരുപോലെ ഒരു അടുപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അമ്മച്ചി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് മാനന്തവാടി രൂപത്തിലൊക്കെ ആയിരിക്കും അമ്മച്ചി ഇടയ്ക്ക് എൻ്റെ കൂടെ വന്ന് വല്ലപ്പോഴും ഞാൻ പാസ്റ്റർ സെൻ്ററിലൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മച്ചി ഞാൻ വർഷത്തിൽ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ എൻ്റെ കൂടെ വന്ന് താമസിക്കാറൊക്കെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അച്ഛന്മാരൊക്കെ ആയിട്ട് സിസ്റ്റർമാരൊക്കെ ആയിട്ടും ധ്യാന കേന്ദ്രമൊക്കെ ആയതുകൊണ്ട് പരിചയപ്പെടാനൊക്കെ ഇടയായി. അപ്പോൾ അമ്മച്ചിക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, എപ്പോഴും ഞങ്ങൾ നല്ല വൈദികരായിരിക്കണം, അങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തയൊക്കെ അമ്മച്ചി എപ്പോഴും പങ്കുവെച്ചിരുന്നു. അപ്പോൾ അമ്മച്ചിയെ പറ്റിയുള്ള ഓർമ്മ തീർച്ചയായിട്ടും മനസ്സിലുണ്ട്. പിതാവേ, ഒരു കാര്യം പലപ്പോഴും പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്. പിതാവിൻ്റെ ഒരു പ്രത്യേകിച്ച് മെത്രാന്മാരുടെ വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ, CBCI വൈസ് പ്രസിഡന്റ്, KCBC ഹെൽത്ത് കമ്മീഷൻ, അതോടൊപ്പം തന്നെ സിറോ മലബാർ മതബോധന കമ്മീഷൻ. ഈ ഒരു തിരക്കുകൾക്കിടയിലും എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് പിതാവ് സമയം കണ്ടെത്തുന്നത്? പ്രാർത്ഥനയെ പറ്റി വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മെത്രാനാകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നിടത്തോളം പ്രാർത്ഥിക്കുന്നില്ല മെത്രാനായിട്ട്, സത്യം പറയണമല്ലോ. കാരണം എന്ന് വെച്ചാൽ ജോലി തിരക്കുകൾ കൂടുതലാണ്, പ്രോഗ്രാമുകൾ, യാത്രകളൊക്കെ ഭയങ്കരമാണല്ലോ. അതിനു മുമ്പൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ രൂപത മതബോധന ഡയറക്ടറോ പാസ്റ്റർ സെൻ്റർ ഡയറക്ടർ ആയിരുന്ന സമയത്ത് നമുക്ക് ധ്യാനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ധ്യാനത്തിൽ കൂടും തന്നെ നമ്മൾ കൊണ്ടുപോകാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി. പിന്നീട് ഞാൻ ജനറാൾസിനൊക്കെ ആയി. അപ്പോൾ എന്നോട് പിതാവ് പറഞ്ഞു അങ്ങനെ ധ്യാനത്തിൽ പോകണ്ട എന്ന് പറഞ്ഞു. കാരണം നമ്മൾ രണ്ടുപേരും, പിതാവും പുറത്ത് പോകും, ഞാനും പുറത്ത് പോകുമ്പോൾ ആരും. അപ്പോൾ പിന്നെ ഞാൻ അധികം ഒരു വർഷത്തിലല്ലോ 1-2 ധ്യാനത്തൊക്കെ പോയാൽ മതി എന്ന് പിതാവ് പറയായിരുന്നു. അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് അകന്നൊന്നുമല്ല, സാഹചര്യങ്ങൾ വന്നുകൊണ്ടാണ്. പക്ഷേ ഞാൻ തന്നെ ബിഷപ്പായി തീർന്നതോടുകൂടി നമുക്ക് ദീർഘമായ യാത്രകൾ വരുന്നു. ദീർഘമായ യാത്രകൾ ഇപ്പോൾ മണ്ഡ്യയിലായിരുന്നാലും ഇവിടെയൊക്കെ ആയാലും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നിർബന്ധം ഞാൻ അന്ന് വന്നിട്ടിരുന്നു, കമ്മ്യൂണിറ്റി പ്രയറുകൾ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ലായിരുന്നു. 3 നേരത്തെ പ്രാർത്ഥനയായാലും ജപമാല ആയാലും നിർബന്ധം വന്ന് കൂടും. അതുപോലെ എത്ര യാത്ര കഴിഞ്ഞ് വന്നാലും പ്രയർ സമയമാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് കൂടിയിട്ടേ പോകുമായിരുന്നു. മാത്രമല്ല ഞാനൊരു മാതൃക കൊടുക്കാനും കൂടെ ബാധ്യസ്ഥനാണല്ലോ. ഞാൻ തന്നെ അതിനകത്ത് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാലല്ലേ മറ്റുള്ളവരും കൂടെ വരികയുള്ളൂ. ആ സമയത്ത് യാത്രയ്ക്ക് ഇടയ്ക്കായിരുന്നു പ്രാർത്ഥനകളൊക്കെ. ഇപ്പോൾ യാത്ര തുടങ്ങുമ്പോഴേ ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും ജപമാല ചൊല്ലും.
തിരിച്ചു വരുന്ന ഒരു വൈകുന്നേരമാണ് തിരിച്ചു വരുമ്പോൾ ഒരു ജപമാല, 2 ജപമാല ചെല്ലുന്നുള്ള ഉറപ്പാണ്. പിന്നെ ഇവിടെ ഉള്ള സമയത്തൊക്കെ വൈകുന്നേരങ്ങൾ നടക്കാൻ പോകും. അപ്പോൾ നടക്കാൻ പോകുന്ന സമയം ജപമാല ചെല്ലും. ഒരു പൂർണ്ണ ജപമാല ചെല്ലുക എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട്. ഇന്ന് പ്രഭാതത്തിലാണ് ഇച്ച നേരത്തെ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് നടന്നു, അപ്പോൾ ഒരു ജപമാല ചെല്ലി. അപ്പോൾ ഇനി വൈകുന്നേരം ഇന്ന് നടക്കാൻ പറ്റിയില്ല എന്നുള്ളടത്തോണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണ ഇതിൽ വ്യക്തിപരമായിട്ട്. പിന്നെ വണ്ടിയെ പോകുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കും, പള്ളികളിൽ ചെല്ലുമ്പോൾ സമയം കിട്ടുമെന്നുണ്ട്. പക്ഷേ എന്നാലും പോരാ എന്ന ചിന്തയാണ് മനസ്സിലായത്. ഇനി കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി റിട്ടയറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി സമയം പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി പിതാവ് അടുത്തൊരു ചോദ്യം. പിതാവ് ആദ്യം പറഞ്ഞല്ലോ മിഷന്റെ കാര്യം. ഈ ഒരു വിശ്രമ ജീവിതം എങ്ങനെയാണ് പിതാവിന്റെ മനസ്സിലുള്ള ഒരു പ്ലാൻ എങ്ങനെയാണ്? അങ്ങനെ കൃത്യമായൊരു പ്ലാൻ ഞാൻ ചെയ്തില്ല. എന്നാലും എനിക്കറിയാം വിശ്രമിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് പാമ്പ്ലാനി പിതാവ് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഉടനെ ഒരു ഓക്സിലറി വെക്കും തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സ് 50-52 ആകുന്നേ ഉള്ളൂ. അപ്പോൾ പിതാവ് യാദൃശ്യമായിട്ട് പറഞ്ഞു ഞാൻ ഉടനെ ഓക്സിലറി ഒന്നും വെക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഇവിടെ പറയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിതാവ് ഞങ്ങളുടെ ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ടാവും. വലിയ മറ്റും പിതാവും ഞാനും ഉണ്ട്. പിതാവിന് നമ്മളെ ആവശ്യമുള്ളിടത്തോളം അല്ലെങ്കിൽ പിതാവിനെ സഹായിക്കണം തോന്നുന്ന മേഖലകളിൽ നമ്മൾ സഹായിക്കുക എന്നുള്ളൊരു ചിന്തയുണ്ട്. ഞാൻ ഇവിടുന്ന് കുന്നോത്ത് സെമിനാരിലേക്ക് അങ്ങോട്ടാണ് മാറുന്നത്. കുന്നോത്തര എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങോട്ട് താമസം മാറുന്നത്. തൊട്ടടുത്ത സെമിനാരി ഉണ്ട്. സെമിനാരി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അവർക്ക് ആവശ്യമാണെങ്കിൽ ആ ക്ലാസ്സുകൾ തുടരുക, അല്ലെങ്കിൽ അവിടെ ഫോർമേഷൻ ഹൗസുകളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ക്ലാസ് എടുക്കാനും ഒരുങ്ങാനും ഒക്കെ അവസരം കിട്ടുമല്ലോ കുറച്ചുകൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ 2 പ്രവർത്തനങ്ങൾ തന്നെ ധാരാളമുണ്ട്. പിന്നെ എനിക്ക് മനസ്സിൽ തോന്നിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സെപ്റ്റംബർ ടു ഡിസംബർ ടൈം മിഷൻ പ്രദേശങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ്. പഞ്ചാബിലൊക്കെ. അപ്പോൾ കാരണം സെപ്റ്റംബർ മുമ്പുള്ള സമയം ചൂട് കാലമാണ്, ഡിസംബർ കഴിഞ്ഞാൽ അങ്ങ് തണുപ്പാവും. അത് 2 ഒഴിവാക്കിയിട്ട് അവരുടെ കൂടെ നിന്നാൽ ഒരുപക്ഷെ ഭാഷയൊക്കെ പഠിച്ചെടുത്ത് അവരെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അത് അവരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മൾ ചെല്ലുമ്പോൾ താമസിക്കാൻ സൗകര്യങ്ങളുണ്ടോ ഇല്ല, കാരണം പുതിയ മിഷൻ സ്റ്റേഷനുകൾ അതൊക്കെ ഉണ്ടാകണം നിർബന്ധം. എന്നാലും അതാണ് മനസ്സിലുള്ള ചിന്തകൾ. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയി കഴിയുമ്പോൾ എനിക്ക് മാനന്തവാടിയൊക്കെ ആയിട്ടാൽ ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി ദൂരമല്ല മാനന്തവാടി എന്ന് പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഒക്കെ അവരെന്നെ വിളിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് പോകുന്നു സംഗതികൾ. പിതാവ് ശരിക്കും ഒരു വിരമിക്കുമ്പോൾ പിതാവിന് ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം പിതാവിൻ്റെ അടുത്തൊരു നേതൃസ്ഥാനത്ത് പിതാവിനെ പോലെ തന്നെ കഴിവുള്ള പാമ്പ്ലാനി പിതാവാണ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. പാമ്പ്ലാനി പിതാവിനെ കുറിച്ചൊരു 2 വാക്ക് പിതാവ്. പിതാവിനെ പോലെ തന്നെ കഴിവുള്ള ആളാണ് പാമ്പ്ലാനി പിതാവിനെ തിരുത്തുന്നത്. ആദ്യമേ തന്നെ എന്നേക്കാളൊക്കെ 10 മടങ്ങ് കഴിവുള്ള വ്യക്തിത്വമാണ് പാമ്പ്ലാനി പിതാവ്. പാമ്പ്ലാനി പിതാവിനെ ഇവിടുത്തെ പിതാവായി ലഭിക്കണമെന്നുള്ള ഇവിടുത്തെ ഭൂരിഭാഗം ജനത്തിൻ്റെയും ആഗ്രഹം അതായിരുന്നു, വൈദികരും. കാരണം അദ്ദേഹം ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ മാനസമനായി പഠിച്ച് വളർന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രൂപതയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല പാസ്റ്റർ സൺഡേ താമസിച്ചുകൊണ്ട് ഈ ബൈബിൾ അപ്പോസ്റ്റലേറ്റും ആൽഫായുടെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇടവുകളും പോവുകയും ഇടപെടുകയും രൂപതയുടെ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിത്വം എന്ന നിലയിൽ പിതാവിന് വളരെ സുഗമമായിട്ട് രൂപതയെ നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ പിതാവിനെ തന്നെ നമ്മുടെ സിനഡ് പിതാക്കന്മാർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് അത് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെറിയ ആശയം ഉണ്ടായിരുന്നു, ഒരു പ്രായം പറഞ്ഞെല്ലാം തട്ടിക്കളയുന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം പിതാവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അഭിമാനമേ ഉള്ളൂ. പിതാവ് എല്ലാ രംഗങ്ങളിലും മിടുക്കനാണ്. ഇപ്പോൾ അറിവിൻ്റെ കാര്യത്തിലായാലും അല്ലേ, ദൈവശാസ്ത്രം എന്ന നിലയിലും ബൈബിൾ പണ്ഡിതൻ എന്ന നിലയിലും ഏത് വിഷയവും പിതാവിനെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തൻ്റെ ഏടിയാണ്. ആരോടും എന്തിനായാലും ഏറ്റുമുട്ടാനോ സംസാരിക്കാനോ ഒന്നും പിതാവിന് ഭയമില്ല, പേടിയില്ല. നമുക്കൊക്കെ പല നമ്മൾ 3 വട്ടം ആലോചിച്ചിട്ടേ ഒരു കാര്യം പറയുള്ളൂ. അതുകൊണ്ട് പിതാവിന് അതിൻ്റെ ആവശ്യമില്ല, പിതാവ് ചെയ്യും. പിതാവ് നല്ല പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. പിതാവ് എന്നും രാവിലെ 5:30 വിശുദ്ധ കുർബാന എഴുന്നേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ വരും. എവിടെ യാത്ര പോയിട്ട് വന്നാലും അത് ഇതാണ്. അപ്പം ആത്മാവിൻ്റെ അഭിഷേകവും അറിവും പിതാവ് ദൈവത്തിനുണ്ട്. പിന്നെ അച്ഛന്മാരും ഒക്കെ ആയിട്ടായാലും നമ്മുടെ സമർപ്പിതരും ആളുകളായിട്ട് നല്ല ബന്ധങ്ങൾ പിതാവിനുണ്ട്, ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ട്. പൊതു പ്രശ്നങ്ങളിലൊക്കെ പിതാവ് ഇടപെടുക. അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും ആശങ്കയില്ലാതെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തലശ്ശേരി രൂപതയെ കൊടുക്കാൻ സാധിക്കും നമുക്ക്. അത് ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരു ചോയ്സ് എന്നേ പറയാനുള്ളൂ കാര്യത്തിൽ. പിതാവ് കഴിഞ്ഞ വർഷം പിതാവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആ ഒരു പൊതുസമ്മേളനത്തിൽ പലരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് പിതാവിൻ്റെ ഒരു ലാളിത്യം എളിമ. ഇത്ര നേരം പിതാവായിട്ട് സംസാരിക്കുമ്പോൾ പിതാവിൻ്റെ ഒരു ലാളിത്യം എളിമയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് പിതാവ് ഈ ഒരു എളിമയും ലാളിത്യവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്? എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ നേര് പറയുകയാണെങ്കിൽ. ഞാൻ ചെറുപ്പകാലം മുതലേ എന്തായിരുന്നോ, അച്ഛനായപ്പോൾ എന്തായിരുന്നോ അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നു. ഞാനൊന്നും വച്ച് കെട്ടിയിട്ടുമില്ല, കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് ഒന്ന് തമ്പുരാനോട്. തമ്പുരാൻ നമ്മളങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ എൻ്റെ മാതാപിതാക്കൾ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ അപ്പച്ചനൊക്കെ വളരെ വിനയാനിതനായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അപ്പോൾ അവരുടെ ആ ഒരു ജീവിതക്രമവും ശൈലിയൊക്കെ കണ്ട് പഠിച്ചതാകാൻ സാധ്യതയുള്ളൂ.
അതുകൊണ്ട് എനിക്ക് പലരും എന്നോട് ഞാൻ ശ്രദ്ധിച്ചിട്ട് പലരോട് പറയും പിതാവ് അച്ഛനായിരുന്നു, ഇപ്പോൾ ആ ഒരു പിതാവെ പിന്നെ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത്. അത് ദൈവം തന്ന കൃപയെ അനുഗ്രഹം എന്നുള്ളതല്ലാതെ എനിക്ക് പിന്നെ ഞാൻ പരമാവധിയും നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ കരുതാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷപാതം കൂടാതെ പക്ഷപാതരഹിതമായിട്ട് ഇടപെടാൻ പരിപൂർണ്ണം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ തമ്പുരാൻ തന്ന ഒരു കൃപയായിരിക്കും ഒരു പക്ഷേ കൂടുതൽ താഴെക്കെട്ടിലുള്ളവരോടും വേദനിക്കുന്നവരോടൊക്കെ ഉള്ളൊരു പ്രത്യേക അഭിരുചി എൻ്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അതിപ്പോൾ അത് ഇടവേളി ചെല്ലുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ആ ഒരു സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവ് ഒരു ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും ഒരുപോലെ തലശ്ശേരി അതിരൂപതയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പിതാവിന് പറ്റും, പ്രത്യേകിച്ച് കെട്ടിടങ്ങളുടെ രൂപകൽപ്പന, അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലെ പാവങ്ങൾക്കുള്ളൊരു ഇതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പിതാവിന് പറ്റിയത്? ഇവിടെ നമുക്ക് തലശ്ശേരി അതിരൂപതയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണല്ലോ. ഇവിടുത്തെ പ്രബലമായ 2 സമൂഹങ്ങളാണ് ഹൈന്ദവ സമൂഹവും മുസ്ലിം സമുദായവുമാണ്. നമ്മൾ ഇവരുടെ ഇടയ്ക്ക് ന്യൂനപക്ഷമാണ്. നമ്മളെ കണ്ണൂർ കുറച്ചുകൂടെ നമ്മൾ ശക്തമാണ് എന്ന് വെച്ചാൽ ഉണ്ട്. ഇവിടെ നമുക്ക് ഏതാണ്ട് 150ഓളം ഇടവകൾ നമുക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഒരു 54 ഇടവയാണ് നമുക്ക് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ളത്. പക്ഷേ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷനിൽ നമ്മൾ 1.5% ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ തന്നെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് അല്ലേ അവരൊരു നല്ല ബന്ധത്തിൽ പോകണം, ഒരു ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ തലശ്ശേരി ആരംഭം മുതൽ അങ്ങനെ ഒരു പോളിസി എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ പാസ്റ്റർ കൗൺസിൽ ആലോചിച്ചിട്ടായാലും ഞങ്ങൾ പിതാക്കന്മാർ തമ്മിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയമായിട്ടും നമ്മൾ എല്ലാവരോടും തുല്യഭാവേന എന്നതില്ല. വോട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ചെയ്തോട്ടെ, പക്ഷേ അല്ലെങ്കിൽ പൊതു ഒരു നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ UDF ഗവൺമെൻറ് ആയാലും LDF ഗവൺമെൻറ് ആയാലും ഒരു സമദൂര സിദ്ധാന്തമാണ്. അവിടെ ഞങ്ങൾ പ്രധാനമായിട്ടും എടുത്തിരുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ ശാക്തീകരണവും നമ്മുടെ ജനത്തിൻ്റെ നന്മയുമാണ്. അതിനുവേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടുണ്ട് ശക്തമായിട്ട് തന്നെ. അത് നമ്മൾ ആളുകൾക്കും നമ്മളത് ആ ആശയം കൊടുത്തിട്ടുണ്ട് താനും. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ആ സമയത്ത് മറ്റുള്ളവരോടൊക്കെ അത് അപ്പോൾ അങ്ങനെ പെരുമാറാൻ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടാകും നമുക്ക് ഒരവസരം. പക്ഷേ നമ്മളത് പരമാവധി ശ്രദ്ധിച്ചായിരിക്കും. അതേസമയത്ത് നമ്മുടെ സഭയുടെ പ്രബോധനങ്ങളാകട്ടെ, കർത്താവായ ഈശോയുടെ പ്രബോധനങ്ങളും നിയമങ്ങളും ഒന്നും വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുമില്ല. അത് നമ്മൾ വിവേകപൂർവ്വം നമ്മൾ ആയിക്കൊണ്ട് ഒഴിഞ്ഞു മാറേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്, മീറ്റിങ്ങിന് പോകാതിരുന്നിട്ടുണ്ടാവും. പക്ഷേ അല്ലാത്ത രംഗങ്ങളൊക്കെ നമ്മൾ സഹകരിച്ച് തന്നെയാണ് പോയിക്കൊണ്ട് പറ്റാവുന്ന മനുഷ്യർക്ക് നന്മ വരാവുന്ന മേൽ. പിന്നെ അനീതിപരമായ കാര്യങ്ങളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ എതിർത്തിട്ടുണ്ട്, പറ്റില്ല എന്ന് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മദ്യ നയം, മദ്യം നമ്മൾ ശക്തമായിട്ട് പറയുന്നുണ്ട്, അത് നമുക്ക് പറ്റുന്നതല്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരവരുടെ വഴിയെ പോകാൻ പൈസ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ റെയിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ ആശങ്കകളുണ്ട്, ജനത്തിൻ്റെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്, അങ്ങനെയുള്ളതുണ്ട്. എന്നാലും പരമാവധി ഭൗതികതയും ആത്മീയതയും കൂട്ടിച്ചേർത്ത് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ ആത്മീയതയ്ക്ക് മുകളിൽ ഭൗതികത വരത്തക്കൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല, അത് വരാൻ പാടില്ലല്ലോ. നമ്മൾ നയിക്കേണ്ട ആത്മീയ ചിന്തയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഭൗതികയോടുള്ള ഒരു ഒരു കരുതൽ നമുക്കുണ്ടെന്നുള്ള കാര്യം. പിതാവ് ഈ ത്രൻസാന ഏറ്റെടുത്ത പിതാവിൻ്റെ ഒരു ആപ്തവാക്യം ജീവൻ സമർത്ഥമായി, അതിലെന്തെങ്കിലും കാരണമുണ്ടോ പിതാവ്? ജോൺ 10:10 എനിക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നി, അത് എടുക്കണമെന്നൊരു ചിന്ത തോന്നി. കാരണം കർത്താവായ ഈശോ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണല്ലോ വന്നത്, നിത്യജീവൻ നൽകാനല്ലേ. അപ്പോൾ ആ നിത്യജീവൻ അനേകരിലേക്ക് പകരാൻ വേണ്ടി പ്രത്യേകമായ വിധത്തിൽ വിളിക്കപ്പെട്ടവരാണല്ലോ വൈദികർ, സമർപ്പിതർ. ഒരു മെത്രാൻ എന്നില്ല അത് കൂടുതൽ കൊടുക്കേണ്ടതാണല്ലോ എന്ന ചിന്ത മനസ്സിൽ തോന്നി, അങ്ങനെ അങ്ങ് എടുത്തു. അതാണ് പ്രേരിപ്പിച്ചത്. പിതാവ് സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ ചെയർമാൻ കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വിശ്വാസ കൈമാറ്റത്തിൽ, വിശ്വാസ പരിശീലന രംഗത്ത് സഭ ഒത്തിരിയധികം വെല്ലുവിളികളിലൂടെയല്ലേ കടന്നുപോയിരിക്കുന്നത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം വിശ്വാസ പരിശീലനം നൽകുകയൊക്കെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, ശ്രമകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കോവിഡിനെ പഴിചാരി അല്ലെങ്കിലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ സഭയിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ വർഷം തന്നെയാണ് നമുക്ക് നമ്മുടെ ഷക്കീനയും ശാലവും കുട്ടൻസ് TV ഒക്കെ കാരണം ഒരുമിച്ച് ഒരു ഒറ്റ നേതൃത്വം നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ കാര്യം. എന്നാലും ഇന്ന് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നൊരു പ്രയാസം പൊതുവേ നമ്മുടെ കുട്ടികളുടെയും മാതാപിതാക്കളുടെയൊക്കെ ഒരു മോട്ടിവേഷൻ മാറിപ്പോയിട്ടുണ്ട്. പണ്ടൊക്കെ എല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നുമില്ലായാലും വിശ്വാസം വലിയ കൈമുതലാണെന്ന് ധരിച്ചിരുന്നത് ഇന്ന് അതങ്ങോട്ടും ഇച്ചിരി വഴി മാറിയിട്ടില്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ജീവിത സൗകര്യങ്ങൾ, സുഖപ്രദമായ ജീവിതം, ശമ്പളം, നല്ല പൈസ, നല്ല വിവാഹം, അങ്ങനെ ആ തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആൺകുട്ടികളൊക്കെ ചിന്തിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതൊക്കെ മാതാപിതാക്കൾക്ക് കിട്ടിയതായിരിക്കാൻ തോന്നുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണാറുണ്ട്, കുഞ്ഞുങ്ങളെ വേറെ ക്ലാസ്സിലേക്ക് വിടണം, ഞായറാഴ്ച ബുദ്ധിമുട്ട് ചിലർ പറയും അവർക്ക് ട്യൂഷൻ ഉണ്ട് അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്.
പക്ഷേ ഇന്ന് അത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവാക്കളെയൊക്കെ മറ്റ് പല പ്രത്യയശാസ്ത്രവും വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭൗതികവാദങ്ങളൊക്കെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസം ചിന്താഗതിയും ഒക്കെ വളരെ ശക്തമായിട്ടുണ്ട്. എന്ത് കണ്ടിട്ട് അവർ അതിൻ്റെ പിന്നാലെ പോകുന്നത് അറിഞ്ഞുകൂടെ. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ മലബാർ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ വളരെ ശക്തമായ, ഞങ്ങളൊക്കെ ഈ പാർട്ടി ഗ്രാമങ്ങളുടെ ഇടയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ പലതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതൊക്കെ ഒരു ആ ഭൗതികവാദങ്ങൾ, ഉപഭോഗ സംസ്കാരമൊക്കെ നമ്മൾ പറയുന്നില്ല, അതൊക്കെ തീർച്ചയായിട്ടും കുട്ടികളുടെ മനസ്സിനെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ വിശ്വാസ പരിശീലനം നടത്തേണ്ടത്. ഇപ്പോൾ അതുപോലെ തന്നെ കാലികമായിട്ട് നമുക്ക് നേരിട്ടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികൾ മറ്റു മതസ്ഥരുമായിട്ടുള്ള പ്രേമങ്ങളും ബന്ധങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നത്, ജിഹാദുകളൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണ് താനും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ മതബോധനം ദുഷ്കരമാണ്, പക്ഷേ മതബോധനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താനും. സഭയുടെ വലിയ ദൗത്യം നമ്മുടെ വലിയ ദൗത്യമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മതബോധനത്തിന് അതീവ പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു. പള്ളികൾ വികാരിയായിരുന്നപ്പോൾ കാലത്തായാലും, പിന്നീട് മതബോധന ഡയറക്ടർ മാനന്തവാടി ഞാനൊരു 7, 6, 10, 13 കൊല്ലം ഡയറക്ടറായിരുന്നു. ഇപ്പോൾ ഈ വന്നപ്പോഴൊക്കെ ആയാലും. അപ്പോൾ മതബോധനത്തിന് ഏറ്റവും പ്രാധാന്യം ഞാൻ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ആയാലും അങ്ങനെ കൊടുക്കുന്നുണ്ട്. കാരണം ബുദ്ധിമുട്ടാണ്, വെല്ലുവിളികളുണ്ടെങ്കിലും. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ മാറി വരണം. ചെറിയ മാറും. ടെസ്റ്റുകളൊക്കെ നല്ല പുസ്തകങ്ങളാണ്. പിന്നെ പഠിപ്പിക്കുന്നവരും അതിനും കൂടെ ഒരുങ്ങണം. അവർ ഈശോയെ കൊടുക്കുന്നതിലൊക്കെ മടിച്ച് കുറച്ച് അറിവ് മാത്രം കൊടുത്തൊരു കാര്യമല്ലോ. ഈശോയെ എന്ന വ്യക്തിയുമായിട്ടുള്ള അടുപ്പമാണല്ലോ മതബോധത്തിൻ്റെ കാതൽ. അപ്പോൾ ഈശോയെ അറിയുക, ഈശോയെ സ്നേഹിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള അവബോധം കുഞ്ഞുങ്ങളിലേക്ക് ശരിക്കും കൊടുക്കണം. അതുപോലെ തന്നെ പിതാവ് പറഞ്ഞതുപോലെ ഈ മതബോധന അധ്യാപകർ കുറേ കൂടി എനിക്കൊന്ന് അപ്ഡേറ്റഡ് ആവണമെന്നില്ല. അവർ നന്നായി പരിശീലനം വേണം. പഠിക്കുന്ന ടെസ്റ്റിനെ പറ്റിയുള്ള അവബോധം അവർക്ക് ആവശ്യമാണ്. വായിച്ച് മനസ്സിലാക്കണം. അതിനേക്കാൾ ഉപരിയായിട്ടൊരു ദൈവാനുഭവമുള്ള വ്യക്തികളായിരിക്കണം. ഈശോയെ കണ്ടുമുട്ടിയ വ്യക്തി. അതിനെനിക്ക് തോന്നുന്നത് അവർക്ക് നല്ല ധ്യാനം. ഞാൻ മാനന്തവാടിയിലെ മതബോധന ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളവിടെ എല്ലാ അധ്യാപകർക്കും കരിസ്മാറ്റിക് ധ്യാനം കൊടുത്തു. അത് എനിക്ക് തോന്നുന്നത് ഒരു 87 കാലഘട്ടങ്ങളിലാണ്. അത് വലിയ വ്യത്യാസം അതിലുണ്ടാക്കി. നല്ല കമ്മ്യൂണിറ്റി. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പിരിറ്റൊക്കെ പോകുമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മീയ തലത്തിൽ കൂടുതൽ ഉണർവും അവരുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്താലേ അവർക്ക് ആ ബോധ്യത്തോട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വെറുതെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറച്ച് അധ്യാപകർ മാത്രമായിട്ട് തീരും. അതിൻ്റെ ഒരു കുറവുണ്ടെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത്. പിന്നെ നമ്മുടെ കുടുംബങ്ങളിലും സ്കൂളിലേക്ക് ഒന്നാമത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മക്കളെയാണ് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. പണ്ടുണ്ടായിരുന്ന വ്യത്യാസമാണ് ഇന്നത്തെ കുടുംബ പശ്ചാത്തലങ്ങൾ. ഇപ്പോൾ കുടുംബ പശ്ചാത്തലങ്ങൾ വരുന്ന കുഞ്ഞുങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ, അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു, എല്ലാം ആവശ്യപ്പെടുന്നതൊക്കെ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് നമുക്ക് ഫോർമേഷൻ കിട്ടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഇപ്പോൾ കുടുംബവും അധ്യാപകരും ഇടവക സമൂഹവും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മതബോധനമൊക്കെ ഭംഗിയായിട്ട് കൊണ്ടാകും സാർ. പിതാവിൻ്റെ ഒരു സുവർണ്ണ ജൂബിലി, പൗരോഹിത്യത്തിൻ്റെ സുവർണ്ണ ജൂബിലി, അതോടൊപ്പം തന്നെ ഒരു മെത്രാഭിഷേകം 2010 പിതാവ് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവിൻ്റെ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ പിതാവ് എത്രമാത്രം സംതൃപ്തനാണ്? എൻ്റെ ശുശ്രൂഷ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സംതൃപ്തനാണ്. അത് മാണ്ടിയായാലും ഇവിടെ രണ്ടിടത്ത് വെച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് തമ്പുരാൻ്റെ കൃപ, അതാണ് തമ്പുരാൻ നമ്മളെ വഴി നടത്തി എന്നുള്ളതാണ്. മാണ്ടിയിലേക്കായി ഒത്തിരി ഉത്കണ്ഠകളുണ്ടായിരുന്നു, കാരണം ഒന്നുമില്ലാത്ത രൂപതകൾ. പക്ഷേ അത്ഭുതാവഹമായിട്ട് ദൈവം മറ്റുള്ളവരിലൂടെ നമ്മൾ നയിച്ചു എന്നുള്ളതാണ് സത്യം. ഒരു കുറവും വന്നിട്ടില്ല. വേദവസ്തു പറഞ്ഞാലും ഒന്നും കരുതി വെച്ചിട്ടുമില്ല. എന്നാലും ദൈവം നമ്മൾ നടത്തി എന്നുള്ളതാണ്. അത് അവിടെയും ഇവിടെയൊക്കെ അതാണ് വലിയ കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്. ഞാനിവിടെ അച്ഛന്മാരോട് ചിലപ്പോൾ പറയും നമ്മൾ 100% അല്ല 120% അധ്വാനിച്ചിട്ടുണ്ടെന്ന് പറയും. ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആളുകളെല്ലാം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അവരോട് ഇടപെടുന്ന പോലെയും ഒക്കെയാണ്. അവർ നല്ല മനുഷ്യരാണല്ലോ പൊതുവെ. അപ്പോൾ മണ്ഡ്യയിലായിരുന്നാലും ഇവിടെ ആയിരുന്നാലും സഹനത്തിൽ ഒരു കുറവില്ല. നമ്മൾ ആളുകളോട് കൂടി അവർ നമ്മുടെ കൂടെ നിൽക്കുന്നു, ഒരുമിച്ച് നീങ്ങുന്ന അതാണ് വലിയ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അവർ നമ്മളെ സ്നേഹിക്കുന്നു. നമുക്ക് തന്നെ പിന്നെ മറ്റു ചില ബുദ്ധിമുട്ടൊന്നും പ്രയാസമേ അല്ലല്ലോ, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകുന്നു. പിന്നെ എല്ലാത്തിനും ഒരു ആത്മീയതയും കൂടെയല്ലേ നമുക്കുള്ളത്. ഇപ്പോൾ നമുക്ക് വരുന്ന പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ നമ്മൾ ഉടനെ തീർന്നല്ലോ എന്ന് അതൊക്കെ അതിനും അതിൻ്റേതായ മൂല്യമുണ്ടല്ലോ. അപ്പോൾ അത് നിലയിലെടുത്ത് പോകുന്നു. വിഷം വരും, പ്രയാസം വരുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിലൂടെ ദൈവം നമ്മൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ട്. അതൊക്കെ പരാജയം ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ വിരമിക്കുമ്പോൾ ഞാൻ സംതൃപ്തിയോടുകൂടിയാണ് മാറുന്നത്. എനിക്കങ്ങ് വിരമിക്കാൻ പ്രായമാണെന്ന് പോലും തോന്നിയിട്ടില്ല. തമാശയായിട്ട് ആലോചിച്ചാൽ പറയും പിതാവ് എനിക്കൊരു 5 കൊല്ലം തന്നേരം ഞാൻ ഒരു 80 വയസ്സ് വരെ പോകാന്നൊക്കെ പറയും. ശരിക്കും പിതാവിനായ ഒരു എനർജി ഇപ്പോഴും ഒരു ഇടവേളയ്ക്ക് പോയി ജോലി ചെയ്യാനൊക്കെ എനിക്ക് പറ്റും. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പിതാവ് ഒരു ഇടവേളയ്ക്ക് പോയാൽ ആളുകൾ എങ്ങനെ എടുക്കുമെന്നൊക്കെ പേടിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിഷനൊക്കെ വെച്ച മാർക്കളയെന്നൊക്കെ. തൻ്റെ ജീവിതത്തിലുടനീളം ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്
ദൈവപരിപാലനയെക്കുറിച്ചുള്ള മനോഹരമായ ചിന്തകളായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് ഈ നിമിഷങ്ങളിൽ ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചത്. തികഞ്ഞ സംതൃപ്തിയോടെയാണ് പിതാവ് വിരമിക്കുന്നത്. തൻ്റെ വിശ്രമ ജീവിതത്തിലും വിവിധ മേഖലകളിലൂടെ കർത്താവിനും സഭയ്ക്കുമായുള്ള തൻ്റെ ശുശ്രൂഷ തുടരാൻ തന്നെയാണ് പിതാവിൻ്റെ തീരുമാനം. പിതാവെ ഒത്തിരി സ്നേഹത്തോടെ പിതാവിൻ്റെ വിശ്രമ ജീവിതത്തിനും തുടർന്നുള്ള പിതാവിൻ്റെ ശുശ്രൂഷകൾക്കും എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. താങ്ക് യു പിതാവെ.